അൺസർട്ടനിറ്റി ഉള്ള ഒരു പരിപാടിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ 7 രൂപയോ 8 രൂപയോ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അസല് സിനിമ എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ 10 രൂപയിൽ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ 25 രൂപ കിട്ടുമായിരിക്കും. പക്ഷെ അത് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ കറക്റ്റ് അവസ്ഥ നമുക്കറിയാമല്ലോ. പക്ഷെ ഇതിനു മുമ്പേ ഈ അവസ്ഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്തത്, ഞാൻ ബോംബെ ഗലികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കക്ഷത്തിലൊരു ഫയലും ഭരതനാട്യത്തിന്റെ പിച്ച് ഡെക്കാണ്. സിംഹത്തിന്റെ മടയിൽ അതാണ് ഡയലോഗ്. അങ്ങനെ സിംഹത്തിന്റെ പല നടയിലാണ് നമ്മുടെ OTT പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ ഓഫീസ് അവിടെയാണല്ലോ. അവിടെ പോയി ഇങ്ങനെ സമയമാവാൻ വേണ്ടി കാത്തിരിക്കുന്നു. കക്ഷത്തില് എപ്പോഴും ഫയലുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഫയലിൽ ഇങ്ങനെ നോക്കും. അത് എത്ര പ്രാവശ്യമാണ് ഈ ഫയൽ എത്ര പ്രാവശ്യമാണ് ഞാൻ ഈ ഫയൽ മറിച്ചു നോക്കിയെന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും നമുക്ക് എന്റർടൈൻമെന്റ് ഇല്ല. ഇത് മറിച്ചു നോക്കുന്നു. ചില ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും, എൻ്റെ തന്നെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും ഞാൻ ആ സമയത്ത് കുറച്ചുകൂടെ നല്ലപോലെ ചിരിച്ചിരുന്നെങ്കിൽ ഈ OTT ബിസിനസ് നടന്നേനെ ഇങ്ങനെയൊക്കെ തോന്നും. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാണ്ട് വരുന്നു. പക്ഷെ അടുത്ത പേജ് മുറിക്കുമ്പോഴത്തേക്കും എന്താ പോസ്, ഇതായിരിക്കും ഞാൻ ഇവരെ ആദ്യം കാണിക്കുന്നത്, ഇത് വെച്ച് ഇവര് മേടിക്കും എന്നൊക്കെ സ്വപ്നം കണ്ട് എത്ര ഞാൻ മുംബൈയിലെ ഗലികളിലൂടെയും സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം ഇതിലേക്ക്. ഇവർക്ക് തമാശ. അതെ, സത്യം.